ഹേയ് യോ ബോയ്സ്, വെൽക്കം ബാക്ക് ഗെയ്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് പറയും. ഞാനിപ്പം ഊട്ടിയിലെ റിസോർട്ടിലാണ് ഗെയ്സ്. ഒരു ട്രിപ്പ് വന്നതാണ്, നമ്മളെ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രിപ്പിന് വന്നതാണ്. വരുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ മിനി വ്ളോഗിൽ കാണിക്കാം. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ റിസോർട്ട് വൈബും നൈറ്റ് വൈബൊക്കെ വ്ളോഗിൽ കാണിച്ചു തരാം. ഓക്കെ ഗെയ്സ്, ഈ ഒരു അപ്പാർട്ട്മെൻറ്റും ആ ഒരു അപ്പാർട്ട്മെൻറ്റാണ് നമുക്കുള്ളത്. നമ്മളാകെ ഒരു 40 ചില്ല ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വൈബായിട്ടിരിക്കുന്നു. എല്ലാവരും അതിൻ്റെ ഉള്ളിൽ ഡ്രസ്സിലാണ്. ഞാനിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്, നമ്മളെ പരിപാടിക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് ഗൈസ്. എന്നിട്ട് നോക്കിയാൽ വെളിച്ചം പ്രശ്നമാണോ? നൈസാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങോട്ട് പോവാം. ഇതുണ്ടോ, ഇങ്ങനെ വെളിച്ചമാണ്, നല്ല സൂര്യൻ്റെ ഇതുണ്ടായിട്ട് കാണില്ല. നമുക്കുള്ള ഫുഡാണോ അത് വരുന്നത് എന്നെനിക്കൊരു ചെറിയ സംശയമുണ്ട്. നമുക്കുള്ളതാണോന്ന് അറിയില്ല. അതാണ് നമ്മളെ മുതലാളിമാർ. ചുമ്മാ പറഞ്ഞതാണ്, മുതലാളിമാരൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ ഓവറോൾ വ്യൂ. ഇങ്ങനെ വരും. ഇതൊക്കെ നൈസ് മൂഡാണ്. എന്താ, അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും കോട, മഞ്ഞ്, പിന്നെ അപ്പുറത്തൊക്കെ തേയിലത്തോട്ടമാണ്. അങ്ങോട്ടേക്കൊക്കെ നോക്കിയാൽ കാണാം, ഫുള്ള് കൃഷിയും കാര്യങ്ങളാണ്. ഓക്കെ, കണ്ടോ, ഫുള്ള് സെറ്റപ്പാണ്. പിന്നെ നമുക്ക് താഴെ മറ്റേതുണ്ടല്ലോ, എന്തേനു പറയുക, ഇവിടെ താഴെ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റായി വരണം. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളൂ, ഒന്ന് ഫ്രഷായി, ഇനി ഒന്ന് സെറ്റാക്കണം ഗൈസ്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കി കുറേ കുരുവികളും പക്ഷികളും. ഇതിന് നേരെ ഇവിടെയൊക്കെ കൃഷിയാട്ടോ, വൈബ്, നല്ല മൂടുണ്ട്, നല്ല തണുപ്പുണ്ട്. ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടിട്ടോ. ഇതിൻ്റെ മേലെ എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ കയറി നോക്കട്ടെ. അല്ല, പാമ്പുണ്ടാവില്ലേക്കും. പൊളി പറയില്ല. സംഭവം എന്താണെന്ന് അറിയാം, ഇത് ഇവിടുത്തെ വ്യൂ കറക്റ്റായിട്ട് കാണാനുള്ളൊരു സംഭവമാണ്. അല്ലാ, അവിടെ വെയിലായതുകൊണ്ട് കറക്റ്റ് കാണില്ല. ഇവിടുന്ന് കേട്ട് ഈ തലക്കെന്ന് കേട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ, പൊളി സാധനം. ഇവിടെയൊക്കെ കൃഷിയും കാര്യങ്ങളും. അതെന്തോ ക്യാരറ്റ് കൃഷിയോ അങ്ങനെ എന്തോ ആണിത്. ഒരുപാടുണ്ട്, അങ്ങോട്ടേക്കൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് പോയാ ഫുള്ള് വൈബ്. അവിടെ ചേച്ചിമാർ താഴെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് കാണുന്നുണ്ടോ? ഞാൻ മൈക്ക് എടുത്തിട്ടില്ല. മൈക്ക് എടുക്കാൻ ഞാൻ വിട്ടു പോയതല്ല, ഞാൻ എടുക്കാത്തതാണ്. കാരണം അങ്ങനെ മിസ്സായി കഴിഞ്ഞാലേ പുതിയ മൈക്കാണ്, പിന്നെ പോയതാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ പോയി കുറച്ചേരം സെറ്റാവട്ടെ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഇനി. ഓക്കെ ഗൈസ്, കുറേ കാലത്തിന് ശേഷം ഞാൻ ഇന്നാണ് ഊഞ്ഞാൽമേലാടുന്നത്. ഹാപ്പി മൂഡ്. ഇതൊക്കെ എപ്പോഴും ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ട്രിപ്പൊക്കെ വരും, എൻജോയ് ചെയ്യൂ. വെറും ജോലി ചെയ്യുക, പണം ഉണ്ടാക്കുക, ആ മൈൻഡൊക്കെ ഇട്ട് മാറ്റുക അല്ലേ. ഗൈസ്, കുറച്ച് ചായ കുടിച്ചിട്ട് വരാം. ആ കാണുന്ന ബസ് ഉണ്ടോ, കാണുന്ന ബസ്, ആ കാണുന്ന ബസ്സിലാണ് നമ്മൾ വന്നത്. ഇവിടെയാണ്, ഇതിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നുണ്ട് ചായ കുടിക്കേണ്ടത്. ചായ ഇവിടെ ചായ ഗൈസ്. അങ്ങനെ ചായ കുടി പരിപാടി കഴിഞ്ഞിട്ടോ. ഇതൊക്കെ ബൈക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം പാർക്കിംഗ് ഒക്കെ സെറ്റപ്പാണ് ഗൈസ്. അവിടെ ബസ്സിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കണ്ടോ? നമുക്കൊന്ന് അവിടെ പോയി നോക്കാം. എന്താ പാട്ട് നോക്കട്ടെ, നല്ല തണുപ്പുണ്ട്, കിട്ട് വിറക്കുന്നുണ്ട്, നല്ല വൈവാ ഗൈസ്. ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ളൂ കേട്ടോ, ഇവിടെ അടുത്ത് തന്നെ. സൗണ്ട് കേൾക്കുന്നില്ല, ഞങ്ങൾ പോയോ കളിച്ചിട്ട് വരും. നമുക്ക് പോയി കളിച്ചിട്ട് വരാം. നമ്മൾ പോയപ്പോ സേഫുക്ക, ഇതാണ് നമ്മുടെ സേഫുക്ക ഗേസ്. നമ്മൾ പോയപ്പോത്തിന് കളിയെല്ലാം കഴിഞ്ഞു, പോലെ നിർത്തിപ്പോന്ന കേസ്. എന്ത് ചെയ്യാനോ, വലിയ സ്പീഡില്ല, അല്ല എനർജറ്റിക് അല്ല. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട്. ഇതിൽ വർക്കിൻ്റെ കീഴിലായിട്ട് വന്നുകൊണ്ടേ നമ്മളെക്കാൾ ഏജുള്ള ആൾക്കാരാണ് കൂടുതലും ഈ ട്രിപ്പിലുള്ളത്. ഈ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും കുറവ് ഏജുള്ള ആൾ ഞാനാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിക്കണം, എന്നാലേ നമുക്ക് എന്താവുള്ളൂ, നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടിപ്പോകും. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ ആരില്ലെങ്കിലും നമ്മൾ നൈസായിട്ട് ഇരിക്കും, മനസ്സിലായ? അതാണ് മൂഡ്. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിച്ചാൽ ലൈഫിൽ എപ്പോഴും നല്ലതായിരിക്കും, അത് ഗുണം ചെയ്യും. പക്ഷേ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം എത്ര കാലം എന്ന് വെച്ചിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, മോട്ടിവേഷൻ എങ്ങനെയുണ്ട്? വേറെ ഒന്നും കിട്ടില്ല കേട്ടോ, ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ലെവലാണ്ട് പറഞ്ഞതാണ് ഗൈസ്. ഇവിടെ നോക്കൂ, ക്യാമ്പ് ഫയറിനുള്ള കാര്യങ്ങൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കി ഇവിടെ മുഞ്ചിരി ഗ്രില്ല്
ചൂടാനുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗേസ്. ചിക്കൻ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിരിക്കണം. അവിടെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ടിങ് 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 ഇതാ കണ്ടോ, അവിടെ ഗ്രില്ല് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഗ്രില്ല് സെറ്റ് ആവട്ടെ, നമുക്ക് നോക്കിക്കാം ഗൈസ്. ഇവിടെ ഏതാ ക്യാമ്പ് ഫയർ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. വ്ളോഗാണ് കേട്ടോ ഗൈസ്, സ്റ്റാർട്ടിങ് ആണ്. ഇതുണ്ടായതുകൊണ്ട് കുറച്ച് ആശ്വാസം. കയ്യ വിറയല്ലോ തുടങ്ങി ഇപ്പോൾ തന്നെ ഗൈസ്. കയ്യൊക്കെ ഒരുമാതിരി മരവിച്ച പോലെ ആയിക്കണ്. ഓരോരുത്തർ വന്നു തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ വൈബോ ഓരോരുത്തരവിടെ ചിക്കൻ ചൂടണതും അങ്ങനത്തെ കുറച്ച് പരിപാടിയിലൊക്കെയാണ്. വരട്ടെ, സെറ്റാക്കും ഗൈസ്. ആൾക്കാർ വന്നു തുടങ്ങുന്നു. കുറച്ച് ആൾക്കാരായി, ഇനിയും ആൾക്കാർ വരാനുണ്ട്. മേലൊക്കെ ഓരോരുത്തർ വരുന്നുള്ളൂ ഗൈസ്. ഇവിടെ ക്യാമ്പ് ഫയർ ഏകദേശം നോക്കിയാടി ഒരു വിധം ആൾക്കാരൊക്കെ വന്ന്. പിന്നെ ഫുള്ള് വൈബിങ് ആണ്, വൈബിങ് വിത്ത് ചില്ലിങ്. ഓക്കെ, ഇവിടെ ഗ്രില്ലിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കുന്നു. അവിടെ പരിപാടി ചില്ലിങ്ങിനാണ്. മണ്ടട്ടെ കാണിച്ചട്ടെ, കണ്ട ബാക്കിയൊക്കെ സെറ്റപ്പാണ്. കോപ്പറേറ്റ് അടിക്കും, അതിനോണ്ട് പാട്ട് കേൾപ്പിക്കുന്നില്ല. കുട്ടിത്തെ വിടാത്ത കുറച്ച് ഉപ്പമാരെ നമ്മൾ കാണിച്ചു തരാം. എന്താ പാട്, നല്ല ആട്ടം തന്നെ അല്ലേ. പരിപാടി കഴിഞ്ഞ് ഫുഡടിയാണ് മെയിൻ ഗൈസ്. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നേരത്തെ ക്യാമ്പ് ഫയർ കഴിഞ്ഞിടത്തൊന്ന് നോക്കിയതാണ് കേട്ടോ. കുഴപ്പമില്ല, ഇപ്പോഴും ഇവിടെ നല്ല തണുപ്പാണ്. ഇതിൻ്റെ അടുത്ത് വന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചൂട് പിടിക്കുക, എന്നിട്ട് കുറച്ച് നേരം അവിടെ നോക്കുക, അവിടെ ഇരിക്കുക. ഫുഡ് അടിച്ച് കഴിഞ്ഞാലുള്ള പരിപാടിയാണ്. കുഴപ്പമില്ല കേട്ടോ, നല്ല വൈബുണ്ട്. നല്ല വൈബില്ല, സെറ്റാണ്, ഹാപ്പി. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. ഇവിടെ നമ്മളെ ബഡി ഉണ്ടായിരുന്നു. ഇവിടെ കിടന്നുറങ്ങി. ഞാൻ ഇപ്പം നീച്ചിട്ടുള്ളൂ. 6:40 പുറത്ത് നോക്കി. പുറത്ത് കൂടെ കാണിച്ചില്ല. അത്ര വലിയ തണുപ്പൊന്നും തോന്നിക്കണില്ല. അവിടെ ഉണ്ട് കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്, പക്ഷെ വലിയ സീനില്ല. കുഴപ്പമില്ല, പല്ലൊന്നും തേച്ചില്ല. അപ്പോൾ നീക്കണുള്ളൂ. നീച്ചപ്പോൾ തന്നെ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. തണുപ്പില്ലായൊന്നുമില്ല കേട്ടോ, തണുപ്പൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ നൈസാണ്, നല്ല കോട. കുഴപ്പമില്ല, ഇരിക്കാനില്ലോ. ഇതിമേലൊക്കെ മഞ്ഞാണ്, മഞ്ഞ. ഇരുന്ന പാൻറ് തന്നെ. അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ കുളിച്ച് മാറ്റി സെറ്റ് ആയി, ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. റിസോർട്ടിൻ്റെ റൂം കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ വൃത്തിയൊന്നും ഉണ്ടല്ലോ, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇത് യൂസ് ചെയ്താണ്. ഇങ്ങനെയാണ് റൂം വരുന്നത്. റൂമിൻ്റെ സൈഡ് ഇവിടെ ഒരു ഷെൽഫ് വരുന്നുണ്ട്. പിന്നെ ഇത് ബാത്റൂം. ദിസ് ഈസ് ബാത്റൂം ബ്രോ. ഇവിടെ ക്യാമറ അതുണ്ട്. പിന്നെ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം, ഇവിടെ ഒരു നൈസ് വ്യൂ അല്ല, ഇരുന്ന് ചായ അടിക്കാൻ പറ്റിയ. അതിനെന്തിനാ പറയുക, ബാൽക്കണിയോ എന്തൊരു സാധനം അതുണ്ട്. സെറ്റപ്പാണ്, ഫുള്ള് സെറ്റപ്പാണ്. ഇത് നമ്മളെല്ലാവരും കോഡാണ് കേട്ടോ ഈ സാധനം സെറ്റ് ചെയ്ത്. ഞാൻ ഇത് വൈറ്റ് പാൻറ്റ് കിട്ടാൻ മതി, പക്ഷേ ഞാൻ വൈറ്റ് പാൻറ്റ് ഇന്നലെ യൂസ് ചെയ്തുകൊണ്ട് ഇടാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ കുടിച്ചായിരുന്നു. ക്യാമറ ഭയങ്കര അങ്ങനെ ഇട്ടിട്ട് എന്നിട്ട് തിരിക്കണ്ട്. ഓക്കെ, തിരുവുള്ളൂ. ഈ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് ഓൺ ആവുള്ളൂ. ഈ സാധനം ഉണ്ടെങ്കിൽ ഓൺ ആവും.